ഹായ് ഫ്രണ്ട്സ്, മഴത്തൂർ മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അവതക്കുട്ടി ചായനും അലീനയും നല്ല കമ്പനി ആവുകയാണ്. അലീനയാണെങ്കിൽ ചായയൊക്കെ ഇട്ട് കൊടുത്തു. അവതക്കുട്ടി ചായന് അലീനെ ഒത്തിരി ഇഷ്ടമാകുന്നു. അലീനെ പറപ്പിക്കാൻ വേണ്ടി അവിടെ വരുന്നതാണ്. പക്ഷേ അലീനെ കണ്ട് സംസാരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അലീനയോട് കൂടുതൽ ഇഷ്ടം തോന്നും. തൻ്റെ ചിന്നമ്മയുടെ രൂപം ആണെന്നും എല്ലാം മനസ്സിലാകുമ്പോഴത്തേക്ക് അവതക്കുട്ടി ചായന് കൊച്ചുമോളോട് വല്ലാത്ത സ്നേഹമാണ്. എന്നിട്ട് സ്റ്റാൻലിയോട് വന്ന് പറയുന്നുണ്ട്, ഇവിടെ സ്റ്റാൻലി, നമ്മൾ വിചാരിച്ചതുപോലൊന്നുമല്ല. ഇവിടെ ചിന്നമ്മയുടെ അതേ ഫേസ് കട്ടും എല്ലാമാണ്. ചിന്നമ്മ എങ്ങോട്ട് തിരിയുന്നു, നോക്കുന്നു, സംസാരിക്കുന്നു, എല്ലാം അതുപോലെ തന്നെ. ഇപ്പം എന്താ അപ്പച്ചൻ ഓടിക്കുന്നില്ലേ? അപ്പച്ചൻ ഓടിക്കാൻ വന്നതല്ലേ അവളെ? ഞാൻ അവളെ ഓടിക്കുകയൊന്നുമില്ല, ഒന്നുമില്ല, അവളിവിടെ നിന്നോട്ടെ. അപ്പോൾ ചോദിക്കും, അപ്പച്ചൻ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ലേ? ഉച്ചയ്ക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. അതെപ്പോൾ ഞാൻ പറഞ്ഞു? ഞാൻ മറന്നിട്ടൊന്നുമില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പച്ചൻ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഉച്ചയ്ക്ക് എന്തോ പരിപാടിയുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പുല്ലൂരൊക്കെ അങ്ങ് പോകുമെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. എന്നാലേ ഞാൻ പോകുന്നില്ല. അപ്പോൾ നാളെ പോന്നോ? നാളെ ഞാൻ പോകുന്നില്ല. അന്നേരം പറഞ്ഞു, എനിക്കറിയാം, ഇന്നല്ല നാളെയല്ല, കുറേ നാൾ കഴിഞ്ഞ് അപ്പച്ചൻ ഇനി ഇവിടുന്ന് പോകത്തുള്ളൂ. എന്നാൽ നമുക്ക് ആ ഫിലാഡൽഫിയ ഒന്നുകൂടെ കഴിച്ചാലോ? അപ്പോൾ അപ്പച്ചൻ പറയും, വേണ്ട, എനിക്കൊന്നും വേണ്ട. അതെ, എനിക്ക് അലീന കൊച്ചിനോട് കുറച്ചുകൂടെ സംസാരിക്കണം. ഞാൻ കുറച്ചേ സംസാരിച്ചുള്ളൂ. ഇനി എനിക്ക് അതിനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പച്ചൻ അവളോട് സംസാരിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. അവളിടയ്ക്ക് മർമ്മത്ത് കൊള്ളുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ട്. അതൊക്കെ വേണമല്ലോ, പെൺകുട്ടികളെ അങ്ങനെ തന്നെ വേണം സംസാരിക്കേണ്ടത് എന്ന് അവതക്കുട്ടി ചായം പറയും. അപ്പോൾ സ്റ്റാൻലിയോട് പറയും, നീ ഇനി സിഗരറ്റ് വലിക്കുന്നതും മദ്യം കഴിക്കുന്നതൊക്കെ നിർത്തണം, എനിക്കിഷ്ടമല്ല ഇതൊന്നും. അന്നേരം പറയും, അവിടെ ഇഷ്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഈ സ്റ്റാൻലിയെ കിട്ടത്തില്ല എന്ന് സ്റ്റാൻലി പറയും. അപ്പോൾ പറയും, നമുക്ക് കണ്ടറിയാം, അവൾ ചിന്നമ്മയാണെങ്കിലേ നിൻ്റെ എല്ലാ ദുശീലങ്ങളും അവൾ നിർത്തിക്കോളും എന്ന് അവതക്കുട്ടി ചായം പറയും. പിന്നീടാണെങ്കിൽ അവിടുത്തെ മെയിൻ ഡ്രൈവറുണ്ട്, അയാൾ നാട്ടിൽ പോയതായിരുന്നു. അപ്പോൾ അയാൾ നാട്ടിൽ നിന്ന് വരുമ്പം അവതക്കുട്ടി ചായം ചോദിക്കും, നീ എന്താടാ 2 ദിവസത്തിനൊന്നും പറഞ്ഞിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുന്നത്? നീ എന്തായാലും ഇടയ്ക്ക് വിളിച്ച് പറയാഞ്ഞത്? അപ്പം ഞാൻ അൻ്റപ്പച്ചേട്ടനോട് വിളിച്ച് പറഞ്ഞായിരുന്നു, കേണൽ സാറിന് എവിടെയെങ്കിലും ദൂരം യാത്രയുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ നിനക്കേ പറ്റത്തുള്ളൂ. അതായത് ആ ബൈജു ആണെങ്കിൽ കൈ തെളിഞ്ഞിട്ടില്ല, അവനത്ര ഡ്രൈവിങ് പോരാ. അപ്പോൾ അവതക്കുട്ടി ചായം പറയും, ഇവനല്ലേ മാഷ് അവൻ്റെ, അപ്പോൾ പിന്നെ എങ്ങനെയാ അവൻ കൈ തെളിയുന്നത് എന്ന് പറയും. എന്നിട്ട് ആൻ്റപ്പൻ പറയും, നീ പോയതിന് ശേഷം ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി, കേണൽ സാറിൻ്റെ മോളായിട്ടൊരു പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അവതക്കുട്ടി ചായം പറയും, മോളായിട്ടല്ല, മോള് തന്നെ വന്നേക്കുന്നത് എന്ന് പറയും. ഡ്രൈവർ പറയും, ഞാനെന്നാൽ അകത്തോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അവതക്കുട്ടി ചായം പറയും, നീ സ്റ്റാൻലിയെ കണ്ട് സംസാരിച്ചിട്ട് കയറിയാൽ മതി. ഒരു ഡ്രൈവർ വന്ന് കിച്ചണിൽ കയറും, പൗലോസ് ഏട്ടാന്നും പറഞ്ഞിട്ട് വരും, എനിക്കൊരു കോഫി തരണേ അന്നേരം പറയും. പൗലോസ് പറയും, നീ പോയതിന് ശേഷം ഇവിടെ ഉണ്ടല്ലോ, കേണൽ സാറിൻ്റെ മോളാന്നും പറഞ്ഞൊരു പെൺകൊച്ചു വന്നിട്ടുണ്ട്, കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? തട്ടിപ്പാന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പൗലോസ് പറയും. വന്ന സമയം മുതലേ പൗലോസിന് അലീനെ ഇഷ്ടമല്ല. അപ്പോൾ ഡ്രൈവർ പറയും, എന്നാൽ ഞാൻ പോയി റൂമിൽ പോയി ഇതുകൊണ്ട് വെച്ചിട്ട് വരട്ടെ. വെളിയിൽ സിറ്റൗട്ടിൽ വന്നിട്ട് പൗലോസ് അവിടെ ഇരിക്കുക. അന്നേരം ഡ്രൈവർ വരും. എന്നിട്ട് ഡ്രൈവറോട് ചോദിക്കും, നീ കണ്ടായിരുന്നോ കൊച്ചിനെ? പറയും, ഞാൻ കണ്ടില്ല, അത് എന്ത് ചെയ്യുക, അത് വെളിയിലൊന്നും ഇറങ്ങത്തില്ലേ? അപ്പോൾ പൗലോസ് പറയും, അത് ആ പട്ടിയുടെ കൂടെ നടക്കുകയോ മേളിലോ താഴെ എവിടെയെങ്കിലുമൊക്കെ കാണും, അത് റൂമിലൊന്നും ഇരിക്കത്തില്ല. അന്നേരം പറയാം, പട്ടിയുടെ കൂടോ? എനിക്ക് തന്നെ പട്ടിയെ പേടിയാണല്ലോ, അപ്പോൾ അതെങ്ങനെ പട്ടിയെ മയക്കിയെടുത്ത്? അന്നേരം പറഞ്ഞ് എന്തോ ചെയ്തെന്നറിയത്തില്ല, പട്ടികൾക്ക് യാതൊരു ശല്യവും ഇല്ല, അത് പറയുന്നതെല്ലാം ആ പട്ടികളും കേൾക്കും, പട്ടികളുടെ സിഗ്നലൊക്കെ അതിനും മനസ്സിലാവും, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്ഷനുണ്ട് എന്ന് പറയും. പിന്നീട് ആൻ്റപ്പനും വരും. അവർ 3 പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവതക്കുട്ടി ചായം വരും. നിങ്ങളെന്തോ ഇവിടെ ഒരു ഗൂഢാലോചന നടത്തുന്നേ? അന്നേരം പറയും, കുട്ടിച്ചായ, ആ പെങ്കുച്ചിനെ പറഞ്ഞു വിടുന്നില്ലേ? കേണൽ സാറിൻ്റെ മോളാണെന്ന് നാട്ടുകാരറിയുമ്പോൾ എന്തൊരു നാണക്കേടായിരിക്കും. അതുകൊണ്ട് ആ പെങ്കുച്ചിനെ പറഞ്ഞു വിട്. അതിനല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിർത്ത്, അല്ലെങ്കിൽ അതിനെവിടെയെങ്കിലും വീട് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അതിനെ അവിടോട്ട് താമസിപ്പിക്കുക, ഇവിടുന്ന് അങ്ങ് പറഞ്ഞു വിട് എന്ന് പറയും. അന്നേരം അവതക്കുട്ടി പറയും, നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, മുതലാളിയുടെ മോളാ അത്, മുതലാളിയുടെ മോളയുടെ കാര്യം മുതലാളി നോക്കിക്കോളും. പിന്നെ ആ കൊച്ചിനോട് നീയൊക്കെ മോശമായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്തെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിന്നെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടും. മര്യാദയ്ക്ക് നല്ല രീതിയിൽ അതിനോട് സംസാരിക്കാനും പെരുമാറാനും പോകാവും. സ്റ്റാൻലിയുടെ മോളാ കേട്ടല്ലോ, അങ്ങനെയൊന്നും അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ കടപ്പാട്ടൂരാണെങ്കിൽ ബബിതയും കൃഷ്ണയും രോഹിത്തും കൂടെ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കി അവരുടെ കളിയും ചിരിയും വർത്തമാനമൊക്കെയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ വൈജാമ്മയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പം കിച്ചണിൽ പിള്ളേർ 3 കൂടെ ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. അന്നേരം ആണെങ്കിൽ ബബിതയും രോഹിത്തും കൂടെ അടിയിട്ടുകൊണ്ട് അവരുടെ മുന്നിലോട്ട് ഓടിച്ചെല്ലും. അന്നേരം പറയും, ഇതെന്തോ പിള്ളേരെ കുരങ്ങന്മാരെ പോലെ ചാടി നടക്കുന്നത്. അന്നേരം പറയും, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കും അമ്മേ. നിന്നോടൊക്കെ ആര് പറഞ്ഞു ഇതിനകത്ത് ഫുഡ് ഉണ്ടാക്കാൻ കയറാൻ? നിനക്കൊന്നും നാണമില്ല. അന്നേരം പറയും, വിശക്കുമ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കണ്ടേ? വിശക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്ന് രോഹിത്ത് പറഞ്ഞു. അല്ല ആരുണ്ടാക്കി തരും എന്ന് പറയും. അതിനെന്തോ നാണക്കേട് എന്ന് രോഹിത്ത് ചോദിക്കും. ഇത് പറയും, ഞങ്ങൾ അലീന ചേച്ചിയോട് ചോദിച്ച് എല്ലാം പഠിച്ചായിരുന്നു, കുക്ക് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. പിന്നീട് വൈജി അന്നെങ്കിൽ ബാലേട്ടനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ബാലേട്ടൻ വരുമ്പോഴേ പറയും, ബാലചന്ദ്ര എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. ഞാൻ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോവാം. അതിന് ഞാനെന്ത് വേണം? അല്ല വൈജി അന്നേരം പറയും, ഞാനൊരു മര്യാദയുടെ പേരിൽ ഞാൻ പറഞ്ഞതാ. നിനക്ക് മര്യാദയോ? നിനക്ക് മര്യാദയുടെ അർത്ഥം അറിയാമോ? നിൻ്റെ രീതിയിൽ മര്യാദ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് എന്ന് പറയും. നിനക്ക് വിനയവും വിവേകവും ഔചിത്യവും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം പറയും, ഞാൻ ഡിഗ്രിയും PG ഒക്കെ പഠിച്ച ആളാണ്. അല്ല പഠിക്കേണ്ട സമയത്ത് വായി നോക്കി നടക്കുമല്ലായിരുന്നു. എനിക്ക് മര്യാദയുടെ അർത്ഥമൊക്കെ അറിയാം എന്ന് വൈജി പറയും. ഞാൻ മടുത്ത്, ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്കാണെങ്കിലേ ഈ ജോലിക്ക് പോയതിനെക്കൊണ്ട് എൻ്റെ കാറ് പണിത് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് വേറൊരു കാർ എടുക്കണം. മറ്റേ കാറിൻ്റെ ലോൺ അടഞ്ഞ് തീർന്നില്ല. അതുകൊണ്ട് ഇതിട്ട് പ്രീമിയം ഇടുന്നതിന് വേണ്ടി ജാമ്യം നിൽക്കണം. ബാലചന്ദ്രൻ ജാമ്യം നിൽക്കണമെന്ന് പറയും. ബാലേട്ടൻ പറയും, നിൻ്റെ ആങ്ങളമാരുണ്ടല്ലോ, അവരെ വിളിച്ച് ജാമ്യം നിർത്താൻ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. എൻ്റെ ഒരു സഹായവും നടക്കുന്നില്ല എന്ന് പറയും. അന്നേരം വൈദ്യ പറയും, ഞാനൊന്നും പറയുന്നില്ല, മടുത്ത്. അന്നേരം നിനക്ക് മടുക്കും, 23 വർഷമായില്ലേ, മടുക്കും. അത് തന്നെയല്ല, നിനക്ക് എക്സ്പീരിയൻസ് കൂടുതലാണല്ലോ. അപ്പോൾ വൈദ്യ ചോദിക്കും, എന്തിൻ്റെ എക്സ്പീരിയൻസ്? നീ തന്നെ ചിന്തിച്ചാൽ മതിയെന്ന് ബാലേട്ടൻ പറയും. പിന്നീട് വൈദ്യ പറയും, എനിക്കൊരു സെർവൻറ്റിനെ വേണം, അലീനെ പോലൊരു സെർവൻറ്റിനെ വേണം. അപ്പോൾ ബാലേട്ടൻ പറയും, അലീനെ പോലുള്ള സെർവൻറ്റിനെ കിട്ടത്തില്ല. നിനക്ക് കിട്ടുന്നത് സാവിത്രി, ജാനു ഇവരെയൊക്കെ പോലുള്ളവരെ നിനക്ക് കിട്ടത്തുള്ളൂ. നിനക്ക് വേണമെങ്കിൽ സെർവൻറ്റിനെ വെച്ചിട്ട് ശമ്പളം കൊടുക്കും. ഇവിടെ സെർവൻറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ കുക്ക് ചെയ്യാൻ എൻ്റെ പിള്ളേർക്കറിയാം, ഇവർ കുക്ക് ചെയ്തോളൂ. എന്നിട്ട് പിന്നീടാണെങ്കിൽ അവതക്കുട്ടിച്ചായ ആൻ്റപ്പനെ വിളിക്കുക. ആൻ്റപ്പനെ വിളിച്ചിട്ട് പറയും, അലീനെ വിളിച്ചേ, എന്താ അപ്പച്ചാന്ന് ചോദിക്കും. അന്നേരം പറയും, നമുക്ക് സ്റ്റാൻലിയുടെ നമുക്ക് എസ്റ്റേറ്റ് കാണാൻ പോകാം, അതിനാ വിളിച്ചത് നിന്നെ. അന്നേരം പറയാം, പപ്പ പറഞ്ഞായിരുന്നു പോകാമെന്ന്. അന്നേരം എന്നാൽ പോയി റെഡിയായിട്ട് വാ. അന്നേരം പ്രത്യേകിച്ച് റെഡിയാകാനില്ല, ഞാൻ റെഡിയായി നിൽക്കുക എന്ന് പറയും. എന്നാൽ ആൻ്റപ്പനോട് പറയും, നീ പോയി സ്റ്റാൻലിയോട് പറ ഞങ്ങൾ റെഡിയായെന്ന്. പിന്നീട് ഡ്രൈവറാണെങ്കിൽ ജീപ്പിൻ്റെ എല്ലാം ബ്രേക്കും എല്ലാ കണ്ടീഷനെല്ലാം നോക്കുക. നോക്കി നിൽക്കുമ്പം ആൻ്റപ്പൻ വന്ന് ചോദിക്കും, എല്ലാം റെഡിയായോ? റെഡിയാ, എല്ലാം ഓക്കെയാണ്, ബ്രേക്കും എല്ലാം ഉണ്ട്, എല്ലാം ഓക്കെയാന്ന് പറയും. അന്നേരം പറയും, ഞാൻ ആ കൊച്ചിനെ കണ്ടില്ലല്ലോ, അത് വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ലേ? ഞാൻ പറയും, ഇപ്പം ഇറങ്ങി വരും, എസ്റ്റേറ്റിൽ പോകാനെ കൊണ്ട് ഇപ്പം വരും, അന്നേരം കാണാമെന്ന് പറയും. അന്നേരം വന്നെങ്കിൽ സ്റ്റാൻലി വന്നിട്ട് ഇപ്പം കയറിയിരിക്കും. ഡ്രൈവർ ചോദിക്കും, ഞാനിവിടെ വരട്ടെ ഇടയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ? അന്നേരം പറയും, വേണ്ട, ഇന്ന് നിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. പിന്നീട് അവതക്കുട്ടിച്ചായനും അലീനയും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരും. അവതക്കുട്ടിച്ചായനോട് സ്റ്റാൻലി പറയും, അപ്പച്ചൻ ബൈക്കിലിരുന്നാൽ മതി, അലീന ഫ്രണ്ടിലിരിക്കട്ടെ. അന്നേരം അലീന പറയും, വേണ്ട, അപ്പച്ചൻ ഫ്രണ്ടിൽ ഇരുന്നോ, ഞാൻ ബൈക്കിലിരുന്നോളാം എന്ന് പറയും. അന്നേരം അപ്പച്ചൻ പറയും, നീ മോളെ ഇനി ഫ്രണ്ടിലിരിക്കേണ്ടത്, ഞാൻ ഒത്തിരി ഫ്രണ്ടിലിരുന്നത്, ഞാൻ ഇനി ബൈക്കിലിരുന്നോളാം, ഞാനാണ് ഫ്രണ്ടിലിരിക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ അലീനയോട് സ്റ്റാൻലി ചോദിക്കും, ഞാൻ പറഞ്ഞില്ലേ അലീന ഫ്രണ്ടിലിരിക്കാൻ, പിന്നെന്താ പറഞ്ഞാൽ അനുസരിക്കാത്തത്? അത് കേൾക്കുമ്പോൾ അലീന വന്ന് ഫ്രണ്ടിൽ കയറി അങ്ങിരിക്കും. അങ്ങനെ അവതക്കുട്ടിച്ചായനും അലീനയും സ്റ്റാൻലിയും കൂടെ എസ്റ്റേറ്റിൽ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ അവർ എസ്റ്റേറ്റിൽ ചെന്നിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.